വീടുകളെ നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രമാക്കി നൽകിയില്ലയോ? ഈ വിശ്രമ കേന്ദ്രമാക്കിയാണ് നമ്മുടെ ഭവനങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിന്ന് വിശ്രമിക്കണമെങ്കിൽ സമാധാനം നിറഞ്ഞ അന്തരീക്ഷവും സ്ഥലത്തുമാണെങ്കിലല്ലേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഭവനങ്ങളും അതാണ് നിർഭയത്വത്തിന്റെ കേന്ദ്രമാകണം, അതായത് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. അതിനെ നമ്മൾ ഹറാമായ പരീക്ഷയുമായി ബന്ധപ്പെട്ട രീതിയിലൊന്നും ഭവനങ്ങൾ പണിയരുത്. അങ്ങനെയൊക്കെ നമ്മൾ പണിയാതെ സൂക്ഷ്മത പാലിക്കുമ്പോഴേ ഇങ്ങനെ സമാധാനത്തോടെ വിശ്രമിക്കാൻ പറ്റുന്ന ഭവനമായി നമ്മുടെ ഭവനങ്ങൾ മാറുകയുള്ളൂ. അതിന് നമ്മുടെ സമ്പാദ്യം ഹലാലാകണം, നല്ല സമ്പാദ്യമാകണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, കേട്ടോളിൻ. നാം ഇന്ന് വീട് കൂടാൻ തീരുമാനിച്ചാൽ അതിന് പ്രഭാത സമയം നാം തെരഞ്ഞെടുക്കുക. കാരണം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു തന്റെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എന്ത് കാര്യം നാം ചെയ്യാൻ തുടങ്ങുമ്പോഴും പ്രഭാതത്തിലാവുക, അതിൽ ബറക്കത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, വീട് കൂടൽ ചടങ്ങിൽ ഇസ്ലാമിലുണ്ടോ, അല്ലെങ്കിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തെങ്കിലും നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തടസ്സം പറഞ്ഞിട്ടുണ്ടോ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ഒരാൾക്കൊരു ഖൈർ ഉണ്ടാകുകയാണെങ്കിൽ അതിലൂടെ അത് നിങ്ങൾ നന്മയായ കാര്യങ്ങളിലൂടെ ഒരാൾക്ക് ഖൈർ ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് അത് ചെയ്യാനല്ലേ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ കൽപ്പിച്ചിരിക്കുന്നത്? അതിനേക്കാൾ ഉപരി നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, അത്വഇമു ത്വആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നല്ലേ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഒരുവന് ഭക്ഷണം കൊടുക്കുന്നതിലുപരി വലിയ നന്മകൾ ഈ ഭൂലോകത്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. അതല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരക്കയുടെ കീറെങ്കിലും കൊടുത്ത് നിങ്ങൾ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നാം പുതിയ ഒരു ഭവനം നാം പണിയുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നാം നല്ല നിയ്യത്തോടുകൂടി കുറച്ച് പാവപ്പെട്ടവർക്ക്, അയൽവക്കക്കാർക്കും നമ്മുടെ കുടുംബക്കാർക്കും ഒക്കെ ഒരു ഇസ്റാഫില്ലാത്ത രീതിയിൽ നാം ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ കയറുമ്പോൾ അതല്ലേ സന്തോഷകരമായ നിമിഷം, അതല്ലേ ബറക്കത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ സ്വന്തമായ ഒരു ഭവനം എന്നത്. ആ ഭവനത്തിൽ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് കയറുമ്പോൾ അതിന്റെ ബറക്കത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവുകയില്ലേ? ഇവിടെ നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നാം നല്ല നിയ്യത്തോടെ വീട് കയറുമ്പോൾ നല്ല നിയ്യത്തോടുകൂടി നാം വീട് കയറുക. അതില് എന്താണ്, ബറക്കത്തിന് വേണ്ടി ഒരു യാസീനൊക്കെ ഓതി ഒരു മൗലൂദൊക്കെ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക്, വീടുകളെ നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രമാക്കി നൽകിയില്ലയോ? ഈ വിശ്രമ കേന്ദ്രമാക്കിയാണ് നമ്മുടെ ഭവനങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിന്ന് വിശ്രമിക്കണമെങ്കിൽ സമാധാനം നിറഞ്ഞ അന്തരീക്ഷവും സ്ഥലത്തുമാണെങ്കിലല്ലേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഭവനങ്ങളും അതാണ് നിർഭയത്വത്തിന്റെ കേന്ദ്രമാകണം, അതായത് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. അതിനെ നമ്മൾ ഹറാമായ പരീക്ഷയുമായി ബന്ധപ്പെട്ട രീതിയിലൊന്നും ഭവനങ്ങൾ പണിയരുത്. അങ്ങനെയൊക്കെ നമ്മൾ പണിയാതെ സൂക്ഷ്മത പാലിക്കുമ്പോഴേ ഇങ്ങനെ സമാധാനത്തോടെ വിശ്രമിക്കാൻ പറ്റുന്ന ഭവനമായി നമ്മുടെ ഭവനങ്ങൾ മാറുകയുള്ളൂ. അതിന് നമ്മുടെ സമ്പാദ്യം ഹലാലാകണം, നല്ല സമ്പാദ്യമാകണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, കേട്ടോളിൻ. നാം ഇന്ന് വീട് കൂടാൻ തീരുമാനിച്ചാൽ അതിന് പ്രഭാത സമയം നാം തെരഞ്ഞെടുക്കുക. കാരണം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു തന്റെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എന്ത് കാര്യം നാം ചെയ്യാൻ തുടങ്ങുമ്പോഴും പ്രഭാതത്തിലാവുക, അതിൽ ബറക്കത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, വീട് കൂടൽ ചടങ്ങിൽ ഇസ്ലാമിലുണ്ടോ, അല്ലെങ്കിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തെങ്കിലും നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തടസ്സം പറഞ്ഞിട്ടുണ്ടോ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ഒരാൾക്കൊരു ഖൈർ ഉണ്ടാകുകയാണെങ്കിൽ അതിലൂടെ അത് നിങ്ങൾ നന്മയായ കാര്യങ്ങളിൽ
കാര്യത്തിലൂടെ ഒരാൾക്ക് ഖൈറുണ്ടാകുകയാണെങ്കിൽ എന്താണ് അത് ചെയ്യാനല്ലേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കൽപ്പിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ അത്വഇമു ത്വആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നല്ലേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരുവന് ഭക്ഷണം കൊടുക്കുന്നതിലുപരി വലിയ നന്മകൾ ഈ ഭൂലോകത്തുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം ചിന്തിക്കണം. അതില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരക്കയുടെ കീറെങ്കിലും കൊടുത്ത് നിങ്ങൾ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നാം പുതിയ ഒരു ഭവനം നാം പണിയുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നാം നല്ല നീയത്തോടുകൂടി കുറച്ച് പാവപ്പെട്ടവർക്ക്, അയൽവക്കക്കാർക്കും നമ്മുടെ കുടുംബക്കാർക്കും ഒക്കെ ഒരു ഇസ്റാഫില്ലാത്ത രീതിയിൽ നാം ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ കയറുമ്പോൾ അതല്ലേ സന്തോഷകരമായ നിമിഷം, അതല്ലേ ബറക്കത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ സ്വന്തമായ ഒരു ഭവനം എന്നത്. ആ ഭവനത്തിൽ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് കയറുമ്പോൾ അതിന്റെ ബറക്കത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവുകയില്ലേ? ഇവിടെ നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നാം നല്ല നീയത്തോടെ വീട് കയറുമ്പോൾ നല്ല നീയത്തോടുകൂടി നാം വീട് കയറുക. അതില് എന്താണ് ബറക്കത്തിന് വേണ്ടി ഒരു യാസീനൊക്കെ ഓതി ഒരു മൗലൂദൊക്കെ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക്